നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കാട്ടുപന്നിയെ വേട്ടയാടി കടത്താൻ ശ്രമം. അഭിഭാഷകൻ പിടിയിൽ. പുനലൂരിലെ അഭിഭാഷകനായ അജിലാലാണ് അറസ്റ്റിലായത്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധ. 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസ്. 2ാം പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാളി സജീവനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കിഴക്കൻ മലയോര മേഖലയിൽ ആശങ്കയായി വീണ്ടും കാട്ടാനക്കൂട്ടം. തെന്മല മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടുപന്നിയെ വേട്ടയാടി കടത്താൻ ശ്രമം. അഭിഭാഷകൻ പിടിയിൽ. പുനലൂരിലെ അഭിഭാഷകനായ അജിലാലാണ് അറസ്റ്റിലായത്. വനം വകുപ്പാണ് ഇയാളെ പിടികൂടിയത്. കാറും കസ്റ്റഡിയിലെടുത്തു. കൊല്ലം അഞ്ചലിൽ 180 കിലോയുള്ള കാട്ടുപന്നിയെ വേട്ടയാടി കാറിൽ കടത്താൻ ശ്രമിച്ച അഭിഭാഷകൻ പിടിയിൽ. പുനലൂർ കോടതിയിലെ അഭിഭാഷകൻ അജിലാലാണ് പിടിയിലായത്. അഞ്ചൽ ഏഴംകുളം സ്റ്റേഷൻ പരിധിയിൽ ഭാരതിപുരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. അഭിഭാഷകന്റെ കാറിന്റെ ഡിക്കിയിൽ പന്നിയുടെ ജഡം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 180 കിലോയോളം തൂക്കം വരുന്ന ഒറ്റയാൻ കാട്ടുപന്നിയുടെ ജഡമാണ് കണ്ടെത്തിയത്. പന്നിപ്പടക്കം ഉപയോഗിച്ചാണ് വേട്ടയാടിയത്. പന്നിയുടെ ജഡം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. നായാട്ട് സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് സംശയം. വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലം എന്ന പുനലൂരുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വർഷങ്ങൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്കും വാർത്തകൾക്കും ഒടുവിലാണ് വാളക്കോട് മേൽപ്പാലം പുതുക്കി പണിയുന്നത്. പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലം എന്ന പുനലൂരുകാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. വർഷങ്ങളായുള്ള പ്രതിഷേധങ്ങൾക്കും വാർത്തകൾക്കും ഒടുവിലാണ് മേൽപ്പാലം പുതുക്കി പണിയുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ. ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം കൂടിയിരുന്നു. ശേഷം മേൽപ്പാലം സന്ദർശിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മേൽപ്പാലം പുതുക്കിപ്പണിയാനുള്ള തീരുമാനമായത്. NHAI അനുവദിച്ച 3.57 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. നിലവിലുള്ള പാലത്തിന് പുറമെ റോഡ് കൂടി ചേർത്താണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. പുനലൂർ മുതൽ പ്ലാച്ചേരി, കലേനാട്, വാളക്കോട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലം കളക്ട്രേറ്റിൽ ദേശീയപാത അധികൃതരുമായി യോഗം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി പുനലൂർ PWD റെസ്റ്റ് ഹൗസിലും യോഗം നടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ തീരുമാനമായത്. PS സുബാലമ്മയുടെ ഇടപെടലിനെ തുടർന്നാണ് വാളക്കോട് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നത്. സമാന്തര പാലത്തിന് ഇടത് സൈഡിലായി കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിനായി പാത നിർമ്മിക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് ഡിസൈൻ ചെയ്യാൻ NHAI തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. MDMAയുമായി യുവാവ് പിടിയിൽ. കൊട്ടിയം ഉമയനല്ലൂർ സ്വദേശി അനുരാജാണ് അറസ്റ്റിലായത്. MDMA ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് അനുരാജ് എന്ന് പോലീസ് പറഞ്ഞു. കൊട്ടിയം ഉമയനല്ലൂർ പുതുച്ചിറത്തൊടിയിൽ വീട്ടിൽ 27കാരനായ അനുരാജിനെയാണ് MDMAയുമായി കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുച്ചിറ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിപണനം നടക്കുന്നതായി നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പ്രദേശം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അനുരാജിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ചില്ലറ വിൽപ്പന. ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് MDMA ആവശ്യക്കാർക്ക് നൽകിയിരുന്നത്. SHO അനൂപിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. 2 ഗ്രാം MDMAയും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറുകളും പോലീസ് കണ്ടെടുത്തു. നേരത്തെ ഡയറക്റ്റ് സെയിലിംഗ് കമ്പനി ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധയിൽ 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. സമീപത്തെ മേൽക്കൂരയിൽ വെൽഡിംഗ് ജോലിക്കിടെ തീ പടർന്നതാണെന്നാണ് നിഗമനം.
തിരുവല്ല പുളിക്കീഴിലെ മദ്യവിതരണ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ ബിവറേജസ് കോർപ്പറേഷന് 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. തീപിടുത്തത്തിൽ 45,000 കേസ് മദ്യമാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഭയങ്കര ബ്ലാസ്റ്റ് ഉണ്ടോ? ബിവറേജസ് കോർപ്പറേഷൻ MD ഹർഷിത അട്ടല്ലൂരി സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. ബിയർ സംഭരിച്ചിരുന്ന സ്ഥലത്തേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കെട്ടിടവും ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ചു. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് നിഗമനം. തിരുവല്ലയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന യൂണിറ്റുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശാസ്താനടയ്ക്ക് സമീപം വീട് കത്തിച്ചതായി പരാതി. അമ്പലത്തും ഭാഗം തുണ്ടിൽ വീട്ടിൽ ഗീതയുടെ വീടാണ് കത്തിച്ചത്. കഴിഞ്ഞ രാത്രി 7:30യോടുകൂടിയാണ് സംഭവം. ഇവർ വീടിന്റെ സിറ്റ് ഔട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അയൽവാസികളാണ് വീട് കത്തുന്ന വിവരം പറഞ്ഞത്. ഭരണിക്കാവ് ശാസ്താനടയ്ക്ക് സമീപമാണ് വീട് കത്തിച്ചതായി പരാതി ഉയർന്നത്. അമ്പലത്തും ഭാഗം തുണ്ടിൽ വീട്ടിൽ ഗീതയുടെ വീടാണ് കത്തിയത്. കഴിഞ്ഞ രാത്രി 7:30യോടെയായിരുന്നു സംഭവം. വീട്ടുകാർ സിറ്റ് ഔട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അയൽവാസികളാണ് വീട് കത്തുന്ന വിവരം അറിയിച്ചത്. തുടർന്ന് സമീപവാസികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും രേഖകളും ഉൾപ്പെടെ കത്തിനശിച്ചു. വീട്ടുകാർ ശൂർനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമീപവാസിയായ ഒരാൾക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെയും ഇയാളിൽ നിന്ന് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വീട്ടമ്മ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യാത്രക്കാരെ വലിച്ച് കൊല്ലം പുനലൂർ റെയിൽവേ പാത 9 മണിക്കൂറോളം പാതയിൽ ട്രെയിൻ സർവീസ് ഇല്ല. ഇതേ തുടർന്ന് പുനലൂർ മധുര എക്സ്പ്രസ് ട്രെയിനിന്റെ റേക്ക് 9 മണിക്കൂർ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗേജുമാറ്റവും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ കൊല്ലം പുനലൂർ റെയിൽവേ പാതയിലാണ് പകൽ സമയത്ത് 9 മണിക്കൂറോളം ട്രെയിൻ സർവീസ് ഇല്ലാത്തത്. മെമു ഉൾപ്പെടെ 3 ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുകയും ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾ കടന്നു പോവുകയും ചെയ്യുന്ന ഭാഗമാണ് പുനലൂർ. രാവിലെ 8:10 പുനലൂർ കൊല്ലം മെമു സർവീസ് പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള ട്രെയിൻ സർവീസ് വൈകിട്ട് 5:15 പുനലൂർ മധുര എക്സ്പ്രസ് ആണ്. ഈ നീണ്ട ഇടവേള യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന 2 സർവീസുകളാണ് കൊല്ലം പുനലൂർ പാതയിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. പകൽ 11:20 പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്കുണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിൻ റദ്ദു ചെയ്തു. ചെങ്കോട്ട കൊല്ലം പാതയിൽ സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനും കോവിഡിന് ശേഷം റദ്ദാക്കിയിരുന്നു. പകൽ കൊല്ലം ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മധുര പുനലൂർ എക്സ്പ്രസിന്റെ റേക്ക് പകൽ സമയം മുഴുവൻ പുനലൂരിൽ വന്ന് കിടക്കുകയാണ്. ഇതുപയോഗിച്ച് പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരികെയും പാസഞ്ചർ സർവീസ് നടത്താൻ കഴിയും. ഉച്ചയ്ക്ക് 1:45 പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെട്ടാൽ 3 മണിയോടെ കൊല്ലത്ത് എത്തിച്ചേരാനും കഴിയും. 3:30 കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടാൽ 4:45 തിരികെ പുനലൂരിലെത്താനും സാധിക്കും. ഈ സർവീസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ യാത്രക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന് വലിയ അളവ് വരെ പരിഹാരമുണ്ടാക്കാനും കഴിയും. ഉച്ചയോടെ കൊല്ലത്ത് നിന്ന് ഒരു മെമു സർവീസ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട യാത്രക്കാരുടെ സംഘടനകൾ നിരവധി നിവേദനങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ 2ാം പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാളി സജീവിനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 28 വർഷങ്ങൾക്ക് മുൻപാണ് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. നൌഷാദ് MLA ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെ തുടർന്ന് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവായി. കഴിഞ്ഞ ദിവസമാണ് പ്രതി സജീവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി S. സുഭാഷാണ് ശിക്ഷ വിധിച്ചത്. 1997 നവംബർ 24 RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷിനെ ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് കാളി സജീവ്. സംഭവത്തിന് ശേഷം ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സംഭവം നടന്ന് 28 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. അഡ്വക്കേറ്റ് V. വിനോദായിരുന്നു പ്രോസിക്യൂട്ടർ. ഈ കേസിൽ നേരത്തെ വിചാരണ വേളയിൽ ഈ 2ാം പ്രതി ഒളിവിൽ പോയിരുന്നതും 2ാം പ്രതി ഒഴികെയുള്ള ആളുകളുടെ വിചാരണയാണ് ആദ്യം നടന്നിരുന്നത്. ആ വിചാരണ അടിസ്ഥാനത്തിൽ 1, 3, 5, 6 പ്രതികളെ ശിക്ഷിക്കുകയും അന്നത്തെ വിചാരണ കോടതി
ഇരുവരും MLA ആയിരുന്ന നൌഷാദിനെയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അനിയും ഈ കേസിൽ പ്രതികരിക്കണമെന്ന് ഉത്തരവായിരുന്നതാണ്. എന്നാൽ തുടർന്ന് ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്ന് 1ഉം 2ഉം പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയും 5ാം പ്രതിയുടെ 6ാം പ്രതിയുടെ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 4ഉം 7ഉം പ്രതികൾ ആ കേസിന്റെ വിചാരണ വേളയിൽ തന്നെ മരണപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ പ്രതികളുടെയും വിചാരണ പൂർത്തിയാവുകയും അന്ന് ഒളിവിലായിരുന്ന പ്രതിയെ ആണ് ഇപ്പോൾ കീഴടങ്ങിനെ തുടർന്ന് വിചാരണ നടത്തി ശിക്ഷിച്ചിട്ടുള്ളത്. 1ാം പ്രതി കൊഞ്ചി സജീവ്, അന്തക്കണ്ണൻ അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. 2 പേരെ വെറുതെ വിട്ടു. വിചാരണയ്ക്ക് മുമ്പ് പ്രതികളിൽ 2 പേർ മരിച്ചു. കേസിൽ അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്ന M നൌഷാദ് MLA കേസിലെ 5ാം പ്രതിയായിരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഇദ്ദേഹം ഒഴിവാവുകയായിരുന്നു. അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്ന അനിൽകുമാറും സാങ്കേതിക കാരണങ്ങൾ നിരത്തി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസിൽ നിന്നും ഒഴിവായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്തു. CR മഹേഷ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഘട്ടങ്ങളിലാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. 1ാം ഘട്ടമായി 3 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 1ാം ഘട്ടമായി 3 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഇതിനാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 5,197 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അഗ്നിരക്ഷാസേന വാഹനങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് പ്രവേശിക്കേണ്ടതിനാൽ IHRDയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി. ഇതിനായി MLAയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് അനുമതി ലഭ്യമാക്കിയത്. നിവാസികളുടെ ഒരു സ്വപ്നം കൂടി, ഒരാവശ്യം കൂടി സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഒരു കോളേജ് എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ച ഗവൺമെൻറ് കോളേജിന് ഇതുവരെ നമുക്ക് ആസ്ഥാന മന്ദിരം പണി ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിക്കപ്പെട്ട 5 ഏക്കർ സ്ഥലത്ത് 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പസിന്, ഒരു ഗവൺമെൻറ് കോളേജിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷവും ഇതിൻ്റെ സാങ്കേതികമായ കുരുക്കുകൾ അടിച്ചെടുക്കുന്ന അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി ആ സ്ഥലത്ത് പണിയാനുള്ള കെട്ടിടത്തിൻ്റെ സാങ്കേതിക അനുമതി നേടിയെടുത്ത് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ, ആവശ്യത്തിനുള്ള ഫണ്ടായിട്ടുണ്ട്, വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കെട്ടിടം പണി പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികളെ പുതിയ കോളേജ് കെട്ടിടത്തിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിർമ്മാണം നടത്തുന്നതിനാൽ വീണ്ടും എസ്റ്റിമേറ്റിലും ഘടനയിലും ആവശ്യമായ ഭേദഗതി വരുത്തി. കഴിഞ്ഞ ജനുവരി 25-ന് ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം 18.85 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി. തുടർന്ന് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ കാലതാമസമുണ്ടായതിനാൽ CR മഹേഷ് MLAയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് 24-ന് നിയമസഭാ കോംപ്ലക്സിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കിഫ്ബി അധികൃതരുടെയും യോഗം ചേർന്നു. ഏപ്രിൽ 5-ന് ചേർന്ന സാങ്കേതിക കമ്മിറ്റിയിൽ അനുമതി ലഭിച്ചു. തുടർന്നാണ് മെയ് 5-ന് ടെൻഡർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വിരോധം മൂലം യുവാവിനെ കമ്പിവടി കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ 131-ൽ ചെമ്പൻ എന്ന ശ്യാമാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ശക്തികുളങ്ങര കന്നിമേൽച്ചേരിയിൽ ആശാഭവനത്തിൽ സുനിൽകുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ 131-ൽ 29-കാരനായ ചെമ്പൻ എന്ന ശ്യാം പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ തോപ്പിൽക്കടവ് ഭാഗത്തായിരുന്നു സംഭവം. ശ്യാമും സുഹൃത്തുക്കളും സുനിൽകുമാറിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായത്. കമ്പിവടി കൊണ്ട് സുനിലിന്റെ തലയിലും ദേഹത്തും അടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പോലീസ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കിഴക്കൻ മലയോര മേഖലയിൽ ആശങ്കയായി വീണ്ടും കാട്ടാനക്കൂട്ടം. തെന്മല മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കിഴക്കൻ മലയോര മേഖലയിലാണ് പട്ടാപ്പകൽ വീണ്ടും ആനക്കൂട്ടം ഇറങ്ങിയത്. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലായി. തെന്മല പഞ്ചായത്തിലെ മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കുട്ടികളടക്കം 8 കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത്. പുനലൂർ ആര്യങ്കാവ് ബസ് ഡിപ്പോകളിൽ നിന്നുള്ള KSRTC ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഇതുവഴിയാണ് ഇരുഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നത്. കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ KSRTC ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ വനപാതയിൽ നിർത്തിയിടുകയാണ് പതിവ്.
ആനകൾ കടന്നു പോയതിനു ശേഷമാകും യാത്രകൾ തുടരുന്നത്. ഇതുകൂടാതെ ചാലിയക്കര, കുറവൂർ, സന്യാസിക്കോണം, ചാച്ചിപ്പുന്ന, ചെമ്പനരുവി, തുറ, ചണ്ണക്കാമൺ, ചെരുപ്പിട്ടകാവ്, ഓലപ്പാറ, മഹാദേവർമൺ തുടങ്ങി ജനവാസ മേഖലകളിലും കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. പത്തനാപുരം ഫോറസ്റ്റ് പരിധിയിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. വനാതിർത്തിയോട് ചേർന്ന് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷികളും നശിപ്പിക്കുന്നുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതോടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകും. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണെന്ന് തൊഴിലാളികൾ പറയുന്നു. 2 വർഷം മുമ്പ് ഫാമിംഗ് കോർപ്പറേഷനിൽ ഇറങ്ങിയ കാട്ടാന ഒരു ജീവനക്കാരനെ ചവിട്ടിക്കൊന്നിരുന്നു. എസ്റ്റേറ്റ് മേഖലയിലെ നാഗമലയിൽ 8 വർഷം മുമ്പ് ഇറങ്ങിയ കാട്ടാന ഒരു ടാപ്പിംഗ് തൊഴിലാളിയെയും ഓടിച്ചിട്ട് ചവിട്ടിക്കൊന്നു. വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളെ തടയാൻ കാര്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കുറവൻ താവളം, മാമ്പഴത്തറ, ആനച്ചാടി തുടങ്ങിയ തോട്ടമേഖലകളിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങുന്നത് പതിവ് സംഭവമാണ്. കുറവൻ താവളം വഴി ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്ന പല യാത്രികരും കാട്ടാനയെ കണ്ട് ബൈക്കുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുണ്ട്. ചാലിയക്കര, മാമ്പഴത്തറ കാനനപാതയോരത്താണ് കാട്ടാനക്കൂട്ടം ക്യാമ്പ് ചെയ്യാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പടിഞ്ഞാറേക്കല്ലടിയിൽ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതി സ്ഥലം മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശിച്ചു. 50 മെഗാവാട്ട് പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. പടിഞ്ഞാറേക്കല്ലടയിലാണ് 50 MW ഫ്ലോട്ടിംഗ് സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. പള്ളിവാസൽ തുടങ്ങിയിരുന്നെങ്കിൽ എത്തി 4 കൊല്ലത്തിൻ്റെയാണ് അതിൻ്റെ വിചാരിച്ചത്. ഇത്രയും നഷ്ടം ആര് നിർവഹിക്കണം? കുട്ടികളെ ഗവേഷണം നടത്തിയാൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് വഹിക്കുക എന്നുള്ളതിൻ്റെ ഗവേഷണം നടത്തിയാൽ PhD കിട്ടും. അങ്ങനെ വഹിക്കാൻ കാരണങ്ങൾ നമ്മളെല്ലാവരും കണ്ടുപിടിക്കുക. പരിസ്ഥിതിക്കാർ ഒരു പ്രോജക്റ്റ് ഞങ്ങളവിടെ തുടങ്ങി. എല്ലാം സ്ഥലമെടുത്തു. ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പണിയൊക്കെ ആരംഭിക്കുമ്പോൾ ഒരാൾ ബാഗ് കൊണ്ടുവന്ന് പത്രക്കാരുടെ അടുത്ത് പറഞ്ഞു, മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം പറഞ്ഞാൽ പ്രോജക്റ്റ്. അങ്ങനെ ഏതെല്ലാം സ്ഥലത്തിൽ നമുക്ക് അതിന് നമ്മളെ പരിസ്ഥിതി, ഹൈഡൽ പ്രോജക്റ്റിൻ്റെ പരിസ്ഥിതി പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ്? ഇല്ലേ, ഇവിടെ നിന്ന് കൽക്കരിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പൊല്യൂഷൻ എത്ര വലുതാണ്? അതേപോലെ മോട്ടോർ വാഹനത്തിൻ്റെ പൊല്യൂഷൻ എത്ര വലുതാണ്? അതൊന്നും ആരും ചർച്ച ചെയ്യുന്നേയില്ല. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് നമുക്ക് സമയത്തിന് പൂർത്തിയാക്കാൻ, ഞാനതുകൊണ്ടാണ് ഡെപ്യൂട്ടി സിയുടെ സംസാരിച്ചിട്ട് പറഞ്ഞതെന്താ അറിയുന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നത് കൊണ്ട് 2-3 ട്രിപ്പ് പരിപാടി മാറ്റിവെച്ചതുകൊണ്ടും നമുക്ക് ഇന്നാണ് അതിനുള്ള ഒരു സൗകര്യം കിട്ടിയിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, ഉഷാലിയും ശിവരാജൻ, സുധീർ കടപ്പുഴ, CK ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. ചടയമംഗലം എലിക്കുന്നാമുകൾ സ്വദേശി മുഹമ്മദ് റാസിയാണ് അറസ്റ്റിലായത്. 3 വർഷം മുമ്പ് വയോധികയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. നിലമേൽ സ്വദേശിയുടെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മോഷണം പോയത്. നിലമേൽ തലവിള വീട്ടിൽ ജാഫറിന്റെ വീട്ടിൽ ഉണക്കാനായിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കേസിൽ എലിക്കുന്നാമുകൾ സ്വദേശിയായ 59-കാരൻ മുഹമ്മദ് റാസിയാണ് പിടിയിലായത്. വീട്ടുകാർ നിലമേൽ വെള്ളാമ്പാറയിലുള്ള റബ്ബർ ഷീറ്റ് കടയിൽ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് റബ്ബർ ഷീറ്റുകൾ വിൽപ്പന നടത്താൻ കൊണ്ടുവന്നവരെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്നാണ് ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചത്. CI സുനീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. മത്സ്യക്കച്ചവടക്കാരനായിരുന്ന ഇയാളും മറ്റൊരു സുഹൃത്തും ചേർന്ന് 3 വർഷം മുമ്പ് ചടയമംഗലത്ത് വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 13-നാണ് അയൽവാസിയുടെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BSNL മേഖലയിലെ പ്രഥമ പെൻഷൻ സംഘടനയായ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കേരള സർക്കിൾ സമ്മേളനം 16-17 തീയതികളിൽ നടക്കും. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലാണ് സമ്മേളനം നടത്തുന്നത്. 16-ന് സർക്കിൾ പ്രവർത്തന സമിതി യോഗം ചേരും. 17-ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി B വരപ്രസാദ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിലെ 11 ടെലികോം ജില്ലകളെ പ്രതിനിധീകരിച്ച് 300ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2017 മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നടപ്പിലാക്കാതെ 4 ലക്ഷത്തിലധികം വരുന്ന മുതിർന്ന പൗരന്മാരെ BSNL ദ്രോഹിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. 1972 പെൻഷൻ നിയമത്തിന്റെ ലംഘനമായ പെൻഷൻ നിയമ ഭേദഗതിക്കെതിരെ ഏപ്രിൽ 3 ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. കേരള സർക്കിൾ സെക്രട്ടറി TP ജോർജ്, സംഘാടക സമിതി ചെയർമാൻ S രാധാകൃഷ്ണൻ, കൺവീനർ S ബഷീർ, K രമണൻ, CA ഉണ്ണികൃഷ്ണൻ, T രാധാകൃഷ്ണൻ, P രാജീവ്, S ഓമനക്കുട്ടൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ ഘടകങ്ങളുണ്ട്. BSNL പെൻഷൻകാരുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന AIBSNL PWA ആണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും AIBSNL PWA ആണ് ഏറ്റവും വലിയ സംഘടന. ആദ്യമുണ്ടായ സംഘടനയും AIBSNL PWA ആണ്. പിന്നെ ഞങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണമാണ്. BSNL റിട്ടയർ ചെയ്ത പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം ആക്ച്വലി ഞങ്ങൾക്ക് നടക്കേണ്ടിയിരുന്നത് 2017 2017 കഴിഞ്ഞിട്ട് 8 വർഷമാകും. ഈ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്ന് മുതൽ ഞങ്ങൾ അതിനാവശ്യമായ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ പെൻഷൻകാരൻ സമരം ചെയ്താലൊന്നും സ്തംഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ പാതയിലായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ കൂടിയാലോചനയുടെ പാതയിലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നിയമപരമായ മാർഗത്തിലൂടെയും എല്ലാ വാതിലുകളും നടന്നപ്പോൾ നിയമപരമായ മാർഗത്തിലൂടെ എങ്കിലും ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാനുള്ളത്, നിയമാനുസൃത പെൻഷൻ വ്യവസ്ഥയ്ക്ക് കണക്കിൽ കത്തിവെക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നത് ലോകസഭയിൽ അവതരിപ്പിച്ച ധനവിനിയോഗ ഫിനാൻസ് ബില്ലിന്റെ ഭേദഗതിയിൽ പെൻഷൻ വ്യവസ്ഥ, പെൻഷൻ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പരമമായ അധികാരം ഗവൺമെന്റിനാണെന്നുള്ളത് ഭേദഗതി കൊണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടുപന്നിയെ വേട്ടയാടി കടത്താൻ ശ്രമം, അഭിഭാഷകൻ പിടിയിൽ. പുനലൂരിലെ അഭിഭാഷകനായ അജിലാലാണ് അറസ്റ്റിലായത്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധ, 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസ്, 2ാം പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും. DYFI നേതാവായിരുന്ന കാളി സജീവനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കിഴക്കൻ മലയോര മേഖലയിൽ ആശങ്കയായി വീണ്ടും കാട്ടാനക്കൂട്ടം. തെന്മല മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.